ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐലൻഡ് റെസിപ്പി ആയിട്ടാട്ടോ ഞാൻ വന്നിട്ടുള്ളത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ഒരു വട്ടം ഉണ്ടാക്കിയാൽ ഏത് മീൻ കിട്ടിയാലും നിങ്ങൾ ഇത് ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുള്ളൂ. പിന്നെ തമിഴിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് 2-3 ടിപ്സും ജോലികൾ പെട്ടെന്ന് കഴിയാനുള്ളതും പിന്നെ സാഡായി ഇരിക്കുന്നവർക്ക് കുറച്ചൊന്ന് ബൂസ്റ്റാക്കി തരാനുള്ളതൊക്കെ കുറച്ച് ടിപ്സൊക്കെ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാനിപ്പോൾ ഇതിനാവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ ചെറുങ്ങനെ ക്ലീനിങ്ങും കാര്യമൊക്കെ ചെയ്യാണ്. ഞാൻ അധികം ഫിഷ് ഉണ്ടാക്കുകയാണെങ്കിൽ അധികം ഞാൻ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. അതേ ചീരുള്ളിയാണ് ഞാൻ അധികം ആഡ് ചെയ്യുക. എനിക്ക് കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ടും അത് അങ്ങനെ തന്നെയാണ് കേട്ടോ തോന്നിയത്. അപ്പോൾ അതൊക്കെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ എന്താ പറയുക ക്ലീനാക്കുകയാണ്. അപ്പം എന്താ പറയുക ഞാൻ ജോലി ചെയ്യാൻ വിചാരിച്ചാൽ ഞാൻ രാവിലെ എഴുന്നേറ്റ പാടെ എന്താണോ ചെയ്യാൻ വിചാരിച്ചത് അതൊന്ന് മനസ്സിൽ ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യും. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ എന്താണ് ഒന്നാമത് ഇപ്പോൾ ഫിഷല്ല ചിക്കനാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ ചിക്കൻ കൊണ്ടൊരു കറി അത് ആദ്യം നമ്മൾ മനസ്സിൽ തിങ്ക് ചെയ്താൽ നമ്മളെ പണികളും ഓട്ടോമാറ്റിക്കലി കഴിയും. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി അതിനോട് അങ്ങോട്ട് അലിയും. അതങ്ങനെ നമ്മൾ ചെയ്തെടുക്കും. അല്ല നമ്മൾ മടി പിടിച്ചിരിക്കുകയാണ് ഇന്ന് എന്താണെന്ന് ആലോചിച്ച് നിന്നാൽ 2 മണിയായാലും 3 മണിയായാലും നമ്മളെ ജോലി ഒരിക്കലും തീരത്തില്ല. ഞാനിപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് മറ്റുള്ള വീഡിയോസിലൊക്കെ ഞാൻ സെയിൽസ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ സെയിൽ ചെയ്യുന്നതിനോടൊപ്പം എൻ്റെ വീട്ടുജോലിയൊക്കെ ഈ ഒരു 10-11 മണി ആകുമ്പോഴേക്കും എല്ലാ ജോലികളും ഞാൻ ചെയ്ത് തീർക്കാറാണ് പതിവ്. അപ്പം എനിക്കും ഇതുപോലെ മടി ഉണ്ടാവാറുണ്ട്. പക്ഷേ ഞാൻ ആ മടിയൊക്കെ മാറ്റി വെച്ച് ഇങ്ങനെ വേണമെന്നുള്ളത് ഓൾറെഡി മനസ്സ് ചിന്തിക്കും. പിന്നെ നമുക്ക് എന്തായാലും നമ്മൾ തന്നെ ചെയ്യണം. അപ്പോൾ നേരത്തെ ചെയ്ത് വെച്ചാൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായി. ഞാനിപ്പോൾ ഈ ജോലി എടുക്കുന്നതിനോടൊപ്പം തന്നെ അടുപ്പത്ത് എൻ്റെ ആവുന്നുണ്ട്. അപ്പോൾ ഒരു ടൈമിൽ തന്നെ നമ്മൾ 2-3 പണികൾ എടുക്കാൻ നോക്കുക. അതല്ലാതെ ഒരു ടൈം കഴിഞ്ഞിട്ട് മറ്റേ ജോലി എടുക്കുക, അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത് കേട്ടോ. നമ്മൾ അടുപ്പത്ത് നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ഓരോ ജോലി എടുക്കുക. ഞാനിപ്പോൾ ചോറ് അതായത് അരി തീമൽ വെച്ചിട്ടുണ്ട്, അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ മീനിലേക്കുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ മീൻ പൊരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ സമയം കൊണ്ട് തന്നെ എന്ത് ചെയ്യും, പാത്രങ്ങളൊക്കെ പെട്ടെന്ന് ക്ലീനാക്കും. അപ്പം നമ്മൾ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഒരു ടൈം തന്നെ ഒരു പണി കഴിഞ്ഞിട്ട് തന്നെ അടുത്ത പണിയിൽ നിന്ന് നമ്മൾ ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത്. അപ്പം നമുക്ക് ഒരിക്കലും റെസ്റ്റ് ഉണ്ടാവില്ല, അടുക്കളയിൽ നിന്ന് വരാൻ ഒഴിവുണ്ടാവില്ല. അപ്പോൾ വർത്താനം കൂട്ടൊക്കെ ആയിട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ മീനിലേക്ക് ആവശ്യത്തിനുള്ള ചീരുള്ളി, വെളുത്തുള്ളി, വലിയുള്ളി, തക്കാളി ഇവയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് കരിവേപ്പിലയും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പം എനിക്ക് അയിലയാണ് കിട്ടിയത്, ഒരു 6 അയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ എനിക്ക് ടേസ്റ്റി ആയിട്ട് മറ്റുള്ള മീനിലേറൊക്കെ ടേസ്റ്റി ആയിട്ട് തോന്നിയത് അയില വെച്ച് ചെയ്തപ്പോഴാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോ. ഭർത്താക്കന്മാരും വീട്ടുകാരൊക്കെ എന്തായാലും നമ്മളെ മുന്നിൽ തലയും കുത്തി വെക്കും, അത്രയും ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി ഞാൻ ക്രഷ് ചെയ്തിട്ടായിട്ടിട്ട് കുറച്ച് ഉപ്പും ചേർത്തിട്ട് ഇത് നല്ലവണ്ണം മസാല തേച്ച് കണ്ട് ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. ഈ ഫ്രിഡ്ജിൽ വെച്ചാൽ അത്രയും നല്ലതാണ്. ഞാനിപ്പോൾ ഫ്രിഡ്ജിലൊന്നും വെക്കുന്നില്ല, കാരണം ഞാൻ കുറച്ച് ടൈം പുറത്ത് തന്നെ റെസ്റ്റ് ചെയ്യാൻ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മസാല കുറച്ച് ബാക്കിയുണ്ട്, അത് പേടിക്കേണ്ട, നമുക്ക് വാട്ടിലേക്ക് ഇടാം. അപ്പോൾ അതൊക്കെ മസാല തേച്ച് ഇനി കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോഴത്തേന് എന്താ പറയുക, നമുക്ക് ഒരു 1/2 മണിക്കൂറൊക്കെ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഞാൻ ഈ മീനൊന്ന് പൊരിച്ചെടുക്കുകയാണ്. കുറച്ച് ഓയിലിൽ പൊരിച്ചെടുക്കുക കേട്ടോ. അധികം നെരിച്ചെടുക്കൊന്നും വേണ്ട. എന്നാലോ ചിലവർക്ക് നല്ല നെരിച്ച മീനായിരിക്കും ഇഷ്ടം. ചിലവർക്കൊന്ന് എന്താ പറയുക, ചെറുങ്ങനൊന്ന് ഒരു അത്ര നെരി വേണ്ട. ഇവിടെ അങ്ങനത്തെ 2 സെക്ഷനാട്ടോ. ഇക്കാക്ക് ചെറുങ്ങനൊന്ന് വെന്താൽ മതി, പിള്ളേർക്ക് നല്ലവണ്ണം നെരിഞ്ഞ് എടുക്കും വേണം. അപ്പം ഞാൻ 2 തരത്തിലും ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മീൻ ഇവിടെ പൊരിക്കാൻ വെച്ചിട്ടുണ്ട്. ഈ മീൻ പൊരിയുന്ന നേരത്ത് കൊണ്ട് തന്നെ നമുക്കിതിലേക്കുള്ളൊരു അരപ്പ് തയ്യാറാക്കാം. അപ്പം ഞാൻ ഇതിനായിട്ട് തേങ്ങ കൊണ്ടുള്ള അരപ്പൊന്നുമല്ല കേട്ടോ.
അപ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ച് അതിലേക്ക് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മീനിൻ്റെ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അധികം നമ്മൾ കരിവേപ്പില യൂസ് ചെയ്യുക. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ എന്താ പറയുക, പിന്നെ അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ മീൻ കറി ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മളെന്താ പറയുക, ഇതൊക്കെ വാട്ടി കഴിഞ്ഞതിന് ശേഷം നേരെ ഡയറക്റ്റായിട്ട് പച്ചവെള്ളം ഒഴിക്കാതെ തിളച്ച വെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഈ മീൻ കറി ആയാലും ഫിഷ്, അതായത് ചിക്കൻ ആയാലും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതാ ഞാൻ കരിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിക്ക് വെളുത്തുള്ളി ചീരുള്ളി ഒക്കെ ഇട്ട് നല്ലവണ്ണം വഴറ്റണം. നല്ലവണ്ണം എന്ന് പറഞ്ഞാൽ നല്ല നെരിഞ്ഞ് കിട്ടണം കേട്ടോ. ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ, അധികം ഓയിലൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. പിന്നെ വലിയ ഉള്ളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വലിയ ഉള്ളി തിന്ന് സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യുക. അതിന് പകരമായിട്ട് വെറും ചീരുള്ളിയിൽ എടുക്കുക. അപ്പോൾ ചീരുള്ളി കുറച്ച് തോനെ ഒരുപാട് എടുത്താൽ മതി. പിന്നെ ഞാൻ ക്രഷ് ചെയ്ത കുരുമുളകില്ലേ, അതും കൂടി ഒന്ന് ആഡ് ചെയ്തിട്ട് നല്ലവണ്ണം, ഇത് കണ്ടോ, നല്ലവണ്ണം ഇങ്ങനെ ഈ മൊരിച്ചൽ കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ തക്കാളി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. കാരണം ഉള്ളി നല്ല നെരിഞ്ഞ ആ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് തക്കാളിയും കൂടി ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം എന്താ പറയുക, ഇപ്പോൾ ഇത് മസാലകളോ കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടില്ല, കുരുമുളക് മാത്രമാണ് ഞാൻ അതിലിട്ട് കൊടുത്ത്. ഇനി ഇതൊരു 5-10 മിനിറ്റ് അതേപോലെ മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇതാ ഞാനൊരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതാ അത് കുറച്ചൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് മസാലകൾ ഓരോന്നോരോന്നായി ചേർത്ത് കൊടുക്കുക. ഞാൻ അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുത്ത്, ഒരു 2 ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തീ ചെറുങ്ങനെ കുറച്ച് വെക്കട്ടോ. ഇത് പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ മീൻ കായം തേച്ച് വെച്ച് ബാക്കിയില്ലേ, അത് ഞാൻ കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവ് എത്രയാണോ അതിനനുസരിച്ച് എരിവ് ഇട്ട് കൊടുക്കുക കേട്ടോ. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ഇത് എരിവ് കൂടി കഴിക്കുന്ന കേട്ടോ നല്ല ടേസ്റ്റ്. പിന്നെ കുറച്ച് പുളിവെള്ളം, ഈ ഒരു പുളിവെള്ളം മാത്രം മതി, വേറെ എക്സ്ട്രാ വെള്ളമൊന്നും നിങ്ങൾ ചേർക്കേണ്ട. അതെല്ലാം നിങ്ങൾക്ക് നല്ല കറി പോലെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇപ്പം ചേർക്കേണ്ട. ഇപ്പം ഈ പുളിവെള്ളം മാത്രം ചേർത്തിട്ട് നല്ലവണ്ണം ഇളക്കി വയ്ക്കുക. ഒരു 10 മിനിറ്റ് കഴിയട്ടെ, അത് വെന്തോളും. ഇനി ഇതാ ഈ മീനപ്പം നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ ഞാൻ മിക്സിയിൽ നല്ലവണ്ണം കണ്ടോ, തീരെ വെള്ളമില്ല അതാട്ടോ ഞാൻ അരിച്ചെടുത്തത്. ഇനി മറ്റൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ചും കൂടി കരിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മളിപ്പോൾ ഈ അരച്ച് വെച്ച് മിക്സ് ഉണ്ടല്ലോ, കുറച്ച് ഉലുവം കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഉലുവ മസ്റ്റായിട്ട് ഇട്ട് കൊടുക്കണം. ഞാൻ ആദ്യം മറന്നു, പിന്നെ പെട്ടെന്ന് ഓർമ്മ ആയപ്പോൾ ഇട്ട് കൊടുത്തതാണ്. ഉലുവ മസ്റ്റായിട്ട് ഇട്ട് കൊടുക്കണം. പിന്നീട് ഈ അരപ്പുണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോഴാണ് നിങ്ങൾക്ക് വെള്ളം വേണമെങ്കിൽ, അതായത് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതല്ല ഇങ്ങനെ മതി എന്നുണ്ടെങ്കിൽ ഇങ്ങനെ മതി കേട്ടോ. ഞാൻ ആ മിക്സി കഴുകൂലേ, മിക്സി ഒന്ന് ചെറുങ്ങനെ ആ വെള്ളം മാത്രമേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. കാരണം ഇവിടെ ഓവർ കറി പോലെ ആവുന്ന ഇഷ്ടമല്ല, ഒക്കെ കുറുങ്ങനാണ്. അപ്പോൾ ഇതാ അയിലകളൊക്കെ പൊരിച്ചത് ഓരോന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ അടിപൊളി ടേസ്റ്റുള്ള കറിയാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കൊക്കെ എന്തായാലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്തിട്ട് ഒന്ന് കമൻറ്റ് ബോക്സിലൊന്ന് പറയണം കേട്ടോ. നല്ല അടിപൊളി കറിയാണ്, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ, ബായ്.